CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം സംഘടനാപരവും ഭരണപരവും രാഷ്ട്രീയപരവുമായ പാളിച്ചയാണ്. കണ്ണൂർ ജില്ല ഉൾപ്പെട്ട 3 ലോക്സഭാ മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു. വിശദമായി പരിശോധിച്ചപ്പോഴാണ് 3 ഘടകങ്ങൾ കണ്ടെത്തിയതെന്നും MV ജയരാജൻ പറഞ്ഞു. ആദ്യം ജയരാജന്റെ വാക്കുകളിലേക്ക്. 50% വോട്ടും സീറ്റും തദ്ദേശ സ്ഥാപനങ്ങളും വാർഡുകളും ജയിച്ച ഇടതുപക്ഷത്തിന് കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകൾ ഉണ്ടായി എന്നാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി സ്വയം വിമർശനാത്മകമായി ചില കാര്യങ്ങൾ പറയുന്നത്. സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഭരണപരമായും വന്ന പാളിച്ചകളെക്കുറിച്ച് പറയുകയാണ് MV ജയരാജൻ. അതായത് ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെ കാണണം MV ജയരാജന്റെ പ്രസ്താവനയെ? നീലിമ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായത് ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ചകളാണെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 50%-ലധികം വോട്ട് വാങ്ങി വിജയിച്ച ഇടതുപക്ഷത്തിന് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അത് ഒരു സീറ്റ് മാത്രമാണ് നേടാൻ വേണ്ടി സാധിച്ചത്. ഇതിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഒരു സ്വയം വിമർശനാത്മകമായി ഇത്തരം ഒരു കാര്യം MV ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. സംഘടനാപരമായ പാളിച്ച ഇക്കാര്യത്തിൽ പറ്റിയിട്ടുണ്ട് എന്ന് MV ജയരാജൻ വ്യക്തമായി പറയുകയാണ്. ഭരണപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള പരാജയങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ മിഥുൻ പിള്ള തുടരുക. മിഥുൻ പിള്ളയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മിഥുൻ പിള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ആ പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഏതെല്ലാം വെല്ലുവിളികൾ നേരിടുന്നു എന്ന് നമുക്കറിയാം. സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് നോക്കൂ, ഈ PP ദിവ്യയുടെ വിഷയം വരെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ ഒരു പാർട്ടി അടിത്തറ അവിടെ CPMന് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ഏരിയ സമ്മേളനങ്ങളിലടക്കം ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വിവരങ്ങൾ? തീർച്ചയായും CPM എത്രത്തോളം പല വിഷയങ്ങളിലും പ്രതിരോധത്തിലാകുന്നു എന്നതിന്റെ നേർക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ MV ജയരാജന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, നീലിമ പറഞ്ഞതുപോലെ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് വന്ന PP ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് CPM നേതൃത്വം തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യം. പാർട്ടി അച്ചടക്ക നടപടി എടുത്തെങ്കിൽ പോലും ഇപ്പോഴും ഒരു സംരക്ഷണം PP ദിവ്യയ്ക്ക് പാർട്ടി ഒരുക്കുന്നു എന്നൊരു വിമർശനം ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, പല വിഷയങ്ങളിലും ന്യൂനപക്ഷ പ്രീണനം അടക്കം CPM കാണിക്കുന്നു എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. ഇതൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ സ്വയം വിമർശനവുമായി CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നത്. അത് ഈ പരാജയം ഭരണപരവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, അതാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുമ്പോൾ അതിനേറെ പ്രസക്തിയുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നീലിമ, തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം സംഘടനാപരവും ഭരണപരവും രാഷ്ട്രീയപരവുമായ ഘടകങ്ങളാണെന്ന് CPMന്റെ വിലയിരുത്തൽ. ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ പാർട്ടിയുടെ തട്ടകമായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ്. വിശദാംശങ്ങളാണ് മിഥുൻ പിള്ള പങ്കുവച്ചത്.